പുഷ്പമ്മ ഉണ്ടാക്കിയ അടിപൊളി ഗുലാബ് ജാം കാണൂ കാണൂ കാണൂ. ഇങ്ങനെ എടുക്കുക, പഞ്ചസാര ലൈനിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉത്തരം പറയാനില്ല, അമ്മാതിരി ഗംഭീര ഐറ്റം. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഗുലാബ് ജാമാണ് ഉണ്ടാക്കാൻ പോണത്. ഗുലാബ് ജാം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾക്കിപ്പോൾ ഗുലാബ് ജാം ഉണ്ടാക്കണം തോന്നിയാൽ കടയിൽ പോയിട്ട് നമ്മൾ ആ പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരും, പെട്ടെന്ന് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ ആ പൊടി തയ്യാറിച്ച് നാം ഗുലാബ് ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളാണ്. അപ്പൊ ഞാൻ ആ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മൈദ, പാൽപ്പൊടി, പഞ്ചസാര, തൈര്, റോസ് വാട്ടർ, വെള്ളം, ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. പക്ഷെ കറക്റ്റ് അളവായിരിക്കണം. ആ അളവ് എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീട്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ മാവിനെ ഒന്ന് അരിച്ചെടുക്കണം. ആ അളവോടെ തന്നെയാണ് അരിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതേപോലെ നമ്മുടെ ഒരു കപ്പ് എടുക്കുക. ഈ കപ്പ് അല്ലെങ്കിൽ ഇത്ര പോകുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ എടുക്കുക. ഒരു കപ്പ് മൈദയാണ് ഫസ്റ്റ് എടുക്കണം. നോക്കിക്കോളൂ, ഇത് മൈദയാണ്. ഒരു കപ്പ് മൈദ. പാൽപ്പൊടിയാണത്. ഇപ്പൊ 2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് പാൽപ്പൊടിയും 1 കപ്പ് മൈദയും ഇതിന് വെച്ചിട്ട്, പാൽപ്പൊടി ഞങ്ങൾ ഇവിടെ വീട്ടിൽ തയ്യാറിച്ചതാണ്. അപ്പൊ ഇതിനെ നല്ല പോലെ ഒരു 2-3 വട്ടം നല്ല പോലെ അരിച്ചെടുക്കണം. ഇതേപോലെ 3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നല്ല മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അരിച്ചെടുക്കാൻ പറയുന്നത്. അപ്പൊ മാവ് ഒരു 3-4 വട്ടം, അതായത് 4 വട്ടം നല്ല പോലെ ചലിച്ചെടുത്തതാണ് ഇത്. ചലിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നല്ല മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ചലിക്കണത്. ഇപ്പൊ നമുക്കിതിനെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്കിതിൽ ഇനി തൈരാണത്. 1 ടേബിൾ സ്പൂണ് ഇത്രയേ തൈര് ഒഴിക്കാവൂ, നല്ല പുളിയുള്ളതാണ്. ഇനി വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കണമെങ്കിൽ, കൂടാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മ അങ്ങനെ മെല്ലെ കുഴച്ചെടുക്കാനേ പാടുള്ളൂ. നല്ല പോലെ ഇത് ഇനി മേലാണ് ഇത്ര വെള്ളവും പാടുള്ളൂ. നമ്മൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നല്ല പോലെ കുഴച്ചിട്ട് നമുക്ക് തൊടുമ്പോ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പൊ ഞാൻ ഒന്ന് നന്നായി കുഴക്കട്ടെ. ടേബിൾ ടോപ്പിലിട്ട് നല്ല പോലെ കുഴച്ചെടുത്തതാണ് ഞാന്. നമുക്ക് തൊടുമ്പോ ഇതങ്ങനെ ഇത്രയും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ബോളാക്കി എടുക്കാം. ബോളാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്കിപ്പോ ഇത്ര പോകുന്നതെടുക്ക, ബോളാക്ക, ഇതാ ഇത്ര പോകുന്ന ബോളാക്ക, അതൊക്കെ അവരവരിന്റെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ എടുക്കാൻ പോണത് ഇതാ ഇത്ര പോകുന്ന ബോളാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇത്ര പോകുന്ന ബോളാണ്. ബോൾ ഉണ്ടാക്കുന്നത് അവരവരിന്റെ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോളൂ. ഉള്ളു വേകണമെങ്കിൽ ഇത്തിരി ചെറുതാക്കിയാലേ നന്നായിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ വലിയ ബോളാക്കിയാൽ ഉള്ളു വേകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഉള്ളു അധികം വെന്ത് കിട്ടില്ല. ചെറിയ ബോളാകുമ്പോൾ നമുക്ക് ഉള്ളു നല്ലോണം വെന്ത് കിട്ടും. അതിനാണ് ഞാൻ ചെറിയ ബോൾ ഉണ്ടാക്കാൻ പറയുന്നത്. വലിയ ബോൾ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചെറുതാണ്. അപ്പൊ ഞാൻ എല്ലാതും ഇങ്ങനെ ഉണ്ടയാക്കി എടുക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പൊ അങ്ങനെ നമ്മുടെ ബോളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിനെ പൊരിച്ചെടുക്കണം. അതിന്റെ മുന്നേ നമുക്ക് പഞ്ചസാര ലായനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഫസ്റ്റ് അത് ഇത്തിരി കൂടി ചൂടാറും കൂടി ചെയ്യണം. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം. പാത്രം വെച്ച് കൊടുക്കാം. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3/4 കിലോ പഞ്ചസാര ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്.
ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ. നമുക്ക് ബോളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നോക്കിക്കോളൂ, പൊരിച്ചെടുക്കാനുള്ള എണ്ണ. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. തീ കമ്മിയാക്കി വെച്ചിട്ട് വേണം ബോൾ പൊരിച്ചെടുക്കണമെങ്കിൽ. മെല്ലെ വെന്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ. ഉള്ളും വെന്ത് കിട്ടുള്ളൂ. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇട്ടതും നമ്മളൊന്നിങ്ങനെ മെല്ലെ ഇളക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇട്ടത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ആയിട്ടുണ്ട്, എടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, ഇതാ ഈ ബ്രൗൺ കളർ ഇങ്ങനെ വരണം, എന്നാലേ നല്ല ടേസ്റ്റിൻ്റെ ഉള്ളു. മെല്ലെ വേകാൻ പാടുള്ളൂ. അപ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നിച്ചിടുകയാണ്. നമുക്ക് ഇളക്കാൻ വേഗം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ചൂട് ഇതാകും വേണ്ടിട്ട്. അപ്പം ഇതും കൂടി ഒന്ന് മുറുകട്ടെ. അപ്പം നമ്മുടെ ലായന ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതാ നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി ഇടാം. ഇത്തിരി ചൂടാറട്ടെ. അപ്പം ഇതും കൂടെ ആയി. ഇതും കൂടെ ഞാൻ വാരിയെടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫാക്കി ഇടുന്നുണ്ട്. അങ്ങനെ പഞ്ചസാര ലായനി നമ്മുടെ ചൂട് നല്ലപോലെ ആറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് റോസ് വാട്ടർ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. റോസ് വാട്ടർ ഇല്ലാത്തവര് ഏലക്കായി പൊടിച്ചിട്ടും ഇതിലിടാം. നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മൾക്കിത് ഇനി ഒരു 8 മണിക്കൂർ കഴിയണം. നല്ലോണം ഇത് കുടിക്കണം. എന്നിട്ട് ഓരോന്നത്തിൽ നല്ല ബോൾ പോലെയാകും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ഉണ്ടാവുള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നോക്കാം. ഇതൊന്ന് ഞാൻ അടച്ചു വെക്കട്ടെ. അങ്ങനെ 8 മണിക്കൂറായി നമ്മുടെ ഗുലാബ് ജാം ഉണ്ടാക്കി വെച്ചിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാബുവിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം. വരട്ടെ. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാം പുഷ്പം ഉണ്ടാക്കി അടിപൊളി മറ്റേ പഞ്ചസാര ലായനിയിൽ അങ്ങനെ മുക്കി വെച്ച് നമ്മൾ ഇങ്ങനെ 8 മണിക്കൂർ മുമ്പ് മൂടി വെച്ചതാണ്. ഇപ്പോഴാണ് തുറന്നത്. സംഭവം കാണുമ്പോൾ ഇതാ വീർത്ത് നമ്മളുണ്ടാക്കിയുണ്ടായിരിക്കും. ചിലതൊന്നും അത്ര വീർത്തിട്ടില്ല. അത് ചെറിയ ഉണ്ടായിട്ടുണ്ടാക്കിയതായിരുന്നു. ഒരുപാട് ചെറുതായിട്ടുള്ളത് ഇത്തിരി വലിപ്പം കുറവുണ്ട്. പക്ഷെ വലിപ്പമുള്ളതൊക്കെ നന്നായിട്ട് വീർത്തിട്ടൊക്കെ ഉണ്ട് അല്ലേ. നന്നായിട്ട് പഞ്ചസാര ലായനിയൊക്കെ കുടിച്ച് അങ്ങനെ എന്നെ തിന്നു എന്ന് പറഞ്ഞിട്ട് നിക്കാണ്. അപ്പൊ പുഷ്പം ടേസ്റ്റ് ചെയ്യല്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഇട്ടേരിയാ. നീ ഒന്ന് എടുക്കാല്ലേ? എനിക്ക് ഏതാ ഇഷ്ടം വെച്ച എടുത്തോ. നമ്മളിങ്ങനെ ഇങ്ങനെയല്ലേ അതിന്റെ ഒരു അതെ രണ്ടും കൂടിയിട്ട് വേണം കഴിക്കാൻ അല്ലേ. ലായനിയും കൂടി എടുത്ത് കഴിക്കുമ്പോൾ പഞ്ചസാര ലായനിയില് ഇങ്ങനെ മുക്കി എടുത്തിട്ട് വേണം കഴിക്കാൻ. എന്നാലാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കഴിക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക. ഓപ്പാ, പുറത്തുള്ളതൊക്കെ തോറ്റു. അമ്മാതിരി അടിപൊളിയായിട്ട് ഇങ്ങനെ പഞ്ചസാര പാലിൽ മുക്കിയിട്ട് അങ്ങനെ കഴിക്കുക. എങ്ങനെ ഇരിക്കുന്നു ഓളപ്പൻ? അതെ പുഷ്പമ്മ, കല്യാണ ഫംഗ്ഷനുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ? കല്യാണത്തിനല്ല, കാതുകുത്തിനല്ല, എല്ലാ പരിപാടിക്കും നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാ പായസം വെക്കണ്ട ഇനി നമുക്കില്ലേ. നമ്മള് മറ്റേ ഇതിലും മറ്റേ സോഫ്റ്റ് ആവാനുള്ള പൊടിയൊന്നും ഇട്ടില്ലല്ലോ. അത് ഒറിജിനലായിട്ട് അതൊന്നും ഇടാൻ പാടില്ല. എന്താ വെച്ചാൽ നമ്മൾ നേരിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണതായിരിക്കുമല്ലോ അവര്. ഒരു ചെറിയൊരു ബലമുണ്ട്. പക്ഷെ എന്നാലും അതിന് മറ്റേ അതില്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പരമാവധി നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷെ ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് വീർക്കും ചെയ്യുമായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വിശ്വസ്തയോടുകൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുഷ്പമ്മ ഗംഭീരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവം കിടുക്കിയിട്ടുണ്ട്.
ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ചീർത്തും വരും, നല്ല ടേസ്റ്റിയും ആയിരിക്കും കഴിക്കാൻ. പക്ഷെ ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല. നേരിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കാരണം ഞാൻ ഒറിജിനൽ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കുക. ബേക്കിംഗ് സോഡന്റെ പുഷ്പം പറഞ്ഞ പോലെ അത് ഇല്ലാതെ ഉണ്ടാക്കിയതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ കഴിക്കണതല്ലേ, ഒരു കുറവില്ല, സോഫ്റ്റിനും കുറവില്ല, അടിപൊളിയായിട്ട് സംഭവം. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ ഒരു താ 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 പറയും കുട്ടികളൊക്കെ. ഇത് കണ്ടില്ല, എല്ലാം നല്ല ലൈനി കുടിക്കുന്നുണ്ട്, എന്നിട്ട് കാണാനും രസമുണ്ട്, കഴിക്കാൻ അതിനേക്കാൾ രസമുണ്ട്. സംഭവം കിടക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക, വീട്ടിലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക, കഴിക്കുക, വയറുനിറ കഴിക്കുക. ഒരെണ്ണം കഴിച്ചാൽ ഞാൻ അത് ഇടാത്തത് ചെറിയ കുട്ടികൾ ഏറ്റവും കഴിക്കുന്നതാണത്. കഴിക്കാതെ ആരുമില്ല അല്ലെ. അതും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വേഗം കഴിക്കണതായത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോ കുട്ടികൾക്ക് എല്ലാവരും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പൊ എല്ലാവരും കഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും സന്തോഷവും. അപ്പൊ അടുത്ത കിടക്കാച്ചി ഇതുപോലത്തെ വെറൈറ്റി എന്താണ് പുഷ്പമ്മ? ഇനിയിപ്പോ അടുത്തത് നമ്മുടെ അത് കാണാം നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് അറിയുന്നില്ല, കണ്ടറിയുമെന്നാണ് കോശി പറയുന്നത്. അപ്പൊ എന്തായാലും അടുത്ത കിടക്കാച്ചി വീഡിയോ കാണുന്നവര് അടിപൊളിയായിട്ട് എല്ലാവർക്കും ഒരു ബൈ ബൈ.